നിങ്ങൾക്ക് വന്നിട്ടൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇതിനകത്ത് ഒരു കുഴലൊക്കെ ആയിട്ട് എന്താ വന്നിരിക്കാനായിരിക്കും, കാണിച്ചു തരാം. വരും. ഇതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ക്യാൻവാസ് ഒക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. മറ്റേത് ബോക്സ് വന്നപ്പോൾ വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. ഇത് വന്നിട്ട് സ്കെച്ചസും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് സ്കെച്ചസ് ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് ബാക്കിയുള്ളത്. ഞാൻ ആദ്യം പിക്ചർ ഞാൻ വരച്ചുകൊണ്ടിരുന്ന പിക്ചർ 2017, 18, 19 ആയിരിക്കാം. ഞാൻ അമ്മ മരിക്കുന്നത് 2017 കേട്ടോ. 2017 ഓഗസ്റ്റ്. അവിടുന്ന് ഒരു 2 to 3 months ശേഷം ഞാൻ എൻ്റെ ഒരു എന്താ പറയാ അഭിലാഷം എന്നൊക്കെ പറയില്ലേ, നമ്മള് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. കാരണം അതൊരു എനിക്കൊരു ചെറിയ ഗ്യാപ്പായിരുന്നു അത്. എനിക്കൊരു എന്താ പറയാ മെന്റലി ഭയങ്കര ഡൗൺ ആയിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അതിന്ന് ഒരു മെഡിറ്റേഷൻ ആണ് ശരിക്കും ആർട്ട് എന്ന് പറയുന്നത്. അത് ഏത് ആർട്ടും ആവട്ടെ, നമുക്കൊരു മെഡിറ്റേഷൻ ആണ്. അപ്പം അങ്ങനെ അതിലേക്ക് ഞാൻ ഇറങ്ങി. ഞാൻ നാട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കുറച്ചു കാലം. ഞാനും ഏട്ടനും മോളും ഒക്കെ ആയിട്ട്. അന്ന് ചാരുമോളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കലാവിരുതാണിത് കേട്ടോ. KR ബാബു എന്ന് പറയുന്ന ഒരു കേരള മ്യൂറൽ ആർട്ടിസ്റ്റ് ആണ്. എൻ്റെ അച്ഛൻ്റെ കസിനാണ്, അച്ഛൻ്റെ അനിയൻ്റെ മകനാണ്. അപ്പം അവരുടെ അടുത്താണ്, പാപ്പൻ്റെ അടുത്താണ് ഞാൻ മ്യൂറൽ പഠിച്ചത്. നിങ്ങൾക്ക് കോഴിക്കോട് SKയിൽ അവൈലബിൾ ആണ് ക്ലാസ്സസ് വന്നിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് ഇനി കാണാം എന്തൊക്കെയാന്നുള്ളത്. ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് പിക്ചർ ആണ് കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ പിക്ചറാണിത്. ഇത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. ബട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം നാട്ടിലാണുള്ളത്. ഒരു ഗണപതി ഉണ്ട്. നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്ന പിക്ചറാണ് അത്. നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് നാട്ടിൽ. ബാക്കിയൊന്നും ഫ്രെയിം ചെയ്തിട്ടില്ല. അന്നൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷെ നമ്മൾ പറയില്ലേ, ഫെയ്ത്ത് ഇസ് സംതിങ് എൽസ്. നമ്മൾ വിചാരിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഒന്ന് വിചാരിക്കും, ദൈവം വേറെ ഒന്ന് വിചാരിക്കും. മൂപ്പര് വിചാരിക്കുന്നതല്ലാതെ ഞാൻ വിചാരിക്കുന്നത് നടക്കാറേ ഇല്ല. അപ്പോ ഇതാണ് ഫസ്റ്റ് പെയിന്റിങ് വന്നിട്ട്. സെക്കൻഡ് പെയിന്റിങ് വന്നിട്ട് മ്യൂറൽ പെയിന്റിങ്ങിന് എനിക്ക് അത്ര അധികം ഒന്നും അങ്ങനെ ഇതിൽ ഈ അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വാസമില്ല. പക്ഷെ ഈ ഒരു പെയിന്റിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ വരച്ചു തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇതൊരു ഭയങ്കര വലിയ പെയിന്റിംഗ് ആണ് കേട്ടോ. നടരാജനാണ്. നടരാജനല്ല, ബേസിക്കലി പ്രദോഷ നൃത്തം എന്ന് പറയും. സോ ഇതിന്റെ സെൻട്രൽ പാർട്ടും പോലും കംപ്ലീറ്റഡ് അല്ല, ഹാഫ് വേ ആയിട്ടേ ഉള്ളൂ. ശരിക്കും ഇത് നിങ്ങളെ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. മിഴി തുറന്നിട്ടാണ് നമ്മൾ എക്സിബിറ്റ് ചെയ്യുക. ഇതിപ്പം ഒരു ഹാഫ് പാർട്ട് ആയിട്ടുള്ളൂ. ഇത് ഇങ്ങനെ വെക്കാൻ തുടങ്ങിയിട്ട് ഒരു 2019 ഒരു 5 years ആയത് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഇത് പാപ്പന്റെ ഗൈഡൻസിൽ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട്, അവൈലബിലിറ്റി ഉള്ള സമയത്ത്, നാട്ടിൽ പോകുന്ന സമയത്ത് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നത് കൊണ്ട് പിന്നെ ക്ലാസ്സിലും പോകാതെയായി. പോകുന്ന സമയത്ത് സമയം ഉണ്ടാവില്ല. നാട്ടിൽ പോകുമ്പോൾ ചെറിയൊരു ഗ്യാപ്പല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമുക്ക് ഇതും ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ മേക്കപ്പ് ചെയ്യാനും കൂടെ ടൈം ഉണ്ടാവാതെയായി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരുപാട് ഡീറ്റെയിലിംഗ് ഉള്ള ഒരു പിക്ചറാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിൽ ഓരോ ഫ്ലവേഴ്സ് കണ്ടോ നിങ്ങൾക്ക്? ഭയങ്കര ഡീറ്റെയിലിംഗ് ഉള്ള ഒരു പിക്ചറാണിത്. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ശിവന്റെ മുഖമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യും ഞാൻ ഇങ്ങനെ. അപ്പൊ ഇതാണ് രണ്ടാമത് ഞാൻ വരച്ച് വെച്ചിട്ടുള്ള ചിത്രം. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് നമ്മളൊരുപാട് സമയം എടുക്കും അങ്ങനെ പഠിച്ചു വരായതുകൊണ്ട്. ഞാൻ ഒരുവിധം നമ്മൾ 1-2 പിക്ചർ കഴിയുമ്പോഴേക്കും നമുക്കൊരു നല്ല ഐഡിയ കിട്ടും ഇനി എന്തെന്നുള്ളത്. ഭയങ്കരമായിട്ട് എക്സ്പേർട്ട് ആവുന്നല്ല, ഏകദേശം കളർ കോമ്പിനേഷൻസും കളർ ചെയ്യേണ്ട ഒരു ഐഡിയാസ് ഒക്കെ വരും. പിന്നെ ഞാൻ എൻ്റെ രീതിയിൽ കുറെ സ്കെച്ചസ് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു പിക്ചേഴ്സ് ഒരു 3-4 എണ്ണം ഞാൻ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. മറ്റേത് നമുക്ക് ഭയങ്കര പ്രൈസിങ് ആണ് മ്യൂറലിന്, അറിയാലോ നിങ്ങൾക്ക്. 1500, 2500 ആ രീതിയിലൊക്കെയാ. ഭയങ്കരമായിട്ടുള്ള നമ്മളുടെ ആർട്ടിസ്റ്റ് എന്താണോ പറയുന്നത് ആ രീതിയിലാണല്ലോ ആർട്ടിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കുഞ്ഞുടെ കൈയും കാലും ഒക്കെ ആണെന്നുള്ളത്. ഇതിങ്ങനെ ഹാഫ് വേയിൽ നിൽക്കുകയാണ്.
അപ്പൊ ഞാൻ ഇതൊന്ന് മുഴുവനാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, ഈ 2 കൂടെ. രണ്ടാമതും ഇപ്പൊ ഞാൻ എന്ന് വെച്ചാൽ ഡേ ടൈം ഫ്രീ ആണ്, അപ്പൊ നിങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കുക ചെയ്യുന്നത് ആ ഒരു സമയത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് നമുക്ക് മ്യൂറലും കൂടെ ഒന്നങ്ങടെ ചാനലിൽ പരിപോഷിപ്പിക്കാം. ഒരു പിക്ചർ ഞാൻ വരച്ച് തുടങ്ങിയതാണ് കേട്ടോ. അതുപോലെ വേറൊരു പിക്ചർ ഞാൻ സ്കെച്ചൊക്കെ എടുത്തു. ദർഭമുന് കൊണ്ട ശകുന്തള, അതാണ് പിക്ചർ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ യെല്ലോ ഡ്രോയിങ് ഏരിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. പിന്നെ ഇത് നമുക്ക് അങ്ങ് ചെയ്ത് തുടങ്ങാം. കുറച്ച് പിന്നെ ഒരു വലിയ വീഡിയോ ആയിട്ടല്ലാതെ ഇങ്ങനെ പീസ് ആയിട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമുക്കൊരു എങ്ങനെ ഒരു പിക്ചർ വരച്ച് അതിലേക്ക് ഇപ്പം വരയ്ക്കാൻ കഴിവില്ലാത്ത ആളുകളുണ്ടാവും, പെയിന്റിങ് ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾ, അവർക്ക് സ്കെച്ച് ചെയ്തിട്ട് നമ്മളിപ്പം ഈ ഒരു പിക്ചർ കൊണ്ടുപോയിട്ട് പ്രിന്റ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ ആ പ്രിന്റ് ചെയ്തിട്ട് ക്യാൻവാസിലേക്ക് സ്കെച്ച് കൊടുക്കുക. യെല്ലോ കാർബൺ പേപ്പർ ആണ് നമ്മൾ സ്കെച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ഉപയോഗിച്ചിട്ട് സ്കെച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വരച്ചു തുടങ്ങാം. ഒരു എന്താ പറയാ, എന്റെ കൂടെ വരച്ചു തുടങ്ങാം. ഇതിലിപ്പോ എന്താന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. മറ്റത് ഞാൻ അല്ലാതെ എടുത്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതൊന്ന് ക്യാൻവാസ് ഒക്കെ ആണെന്നുള്ളത്. ക്യാൻവാസ് വരിക, കുറെ നമ്മൾ ക്യാൻവാസ് വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ബോക്സിലാണ് കേട്ടോ ക്യാൻവാസ് വരുന്നത്. ഇത് ഞാൻ പാപ്പന്റെ അടുത്തുനിന്ന് എടുത്തുകൊണ്ടിരുന്നതാ. പാപ്പൻ നമ്മുടെ കേരള മ്യൂറല് ഗുരുവായൂർ ദേവസ്വം വന്നിട്ട് ഗവൺമെന്റ് ആയിട്ട് അവരെടുത്തിട്ട് അവര് ഇങ്ങനെ ഏതൊരു നമ്മുടെ ഒരു കൾച്ചറിന്റെ പാട്ടാണല്ലോ കേരള മ്യൂറൽ എന്ന് പറയുന്നത്. ഓരോ ടെമ്പിൾസിലും അത്രയും മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പിക്ചേഴ്സ് ആണുള്ളത്. അപ്പൊ അത് നമ്മുടെ തലമുറയിലേക്ക് ഒരു കോഴ്സായിട്ട്, ഒരു ഡ്രോയിങ് കോഴ്സായിട്ട് കൊണ്ടുവരാന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് 1990 ആണോ എന്നുള്ളത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഞാൻ ജനിച്ചതിന്റെ ചുറ്റുവട്ടത്തിലാണ്, ഞാൻ 1991 അപ്പൊ അതിന്റെ ചുറ്റുവട്ടത്തിലുള്ള ഏതൊരു സമയത്താണ് പാപ്പൻ പറഞ്ഞിട്ടുള്ളത്. പാപ്പനും ഒരു കുറച്ചൊരു ആളുകളുമാണ് ഫസ്റ്റ് ബാച്ച് അവിടുത്തെ. KR ബാബു എന്നാണ് പാപ്പന്റെ പേര്. അങ്ങനെ കുറച്ച് പേരുമാണ് ഫസ്റ്റ് ബാച്ച് അവിടുത്തെ. അപ്പൊ അവര് ഇങ്ങനെ പാപ്പന്റെ ഒരു ദിവസം ഞാൻ പാപ്പന്റെ അടുത്ത് പോകുമ്പോൾ അവിടുത്തെ ഡ്രോയിങ് ഒക്കെ കാണിക്കും. ഇറ്റ്സ് അമേസിങ്. ഹീസ് എ വെരി ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഇത് നമ്മുടെ ആ ഒരു കണ്ടോ, സ്കെച്ചസ് ഇങ്ങനെ ഒരുപാട് വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രിന്റ് എടുക്കണതല്ല കേട്ടോ, ഇത് ഞാനായിട്ട് വരച്ചിട്ടുള്ളതാണ്. ഇത് വേണ്ട, നമ്മൾ ആ വരച്ച പിക്ചറാണ് കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ച നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന പിക്ചർ ഞാൻ വരയ്ക്കുന്നതാണ്. അതാണ് ഒരു ശകുന്തളയുടെ പിക്ചർ. ദർഭമുന കൊണ്ട ശകുന്തള. 5-6 വർഷത്തോളമായി ഞാൻ ഇത് തൊട്ടിട്ട് എന്ന് പറയാം. പക്ഷെ എനിക്ക് അത്രയും നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാവില്ലേ, എനിക്കത് ചെയ്യണം. പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് അല്ലാതെ ഒരു കാര്യം ചെയ്യണം. എനിക്കിപ്പോൾ ഇത് എനിക്ക് ചെയ്യാം, സമയം ഉണ്ടാക്കി ഇരുന്നെടുത്ത് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് അതിനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു കാര്യത്തിലേക്കും അങ്ങനെ ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഡേ ടൈമിൽ ഫ്രീ ഉള്ളതുകൊണ്ട് എനിക്ക് ഏകദേശം നമുക്ക് അതിലേക്ക് ഇറങ്ങാം. അതുകൊണ്ട് ആർട്ട് ഇസ് എ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, നമുക്ക് വേറെ എന്തൊരു പെയിൻ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിലും ആർട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ എന്തിനാ അതോട് പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ ഇത്രയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ കാണാൻ പോകുന്ന നിങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിത്രത്തിന്റെ പണിപ്പുര നിങ്ങൾ കാണുന്നുണ്ടാവും കേട്ടോ. അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മുടെ ദർഭമുന കൊണ്ട് ശകുന്തള. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ കേരള മ്യൂറൽ ഇപ്പൊ നമുക്കിത് ചെയ്യണം. ഒരു പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒക്കെ ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട കേട്ടോ.